साथिया 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 ഗിഫ്റ്റ് ഒക്കെ നാളെ തരാം. സമയം ഇപ്പൊ ഒരുപാടായി. എല്ലാരും പോയി കിടക്കാൻ നോക്ക്. ഇപ്പൊ തന്നെ കിടക്കണോ? നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ടത് കിടന്നാ പോരെ? എനിക്ക് നല്ല വിശപ്പുണ്ട്, അതുകൊണ്ടാ. ഇത്ര പെട്ടെന്നോ? നീ എല്ലാരും ഫുള്ള് കേക്ക് ഇപ്പൊ തന്നെ കഴിച്ചത്? അപ്പോഴേക്കും വിശന്ന് തുടങ്ങിയോ? ഇതൊക്കെ എവിടേക്ക് പോണ്? അതിവളുടെ വയറ്റില് കൊക്കപ്പുഴു ഉണ്ടാവും. അതാ ഇവൾക്ക് ഇടയ്ക്കിടയ്ക്ക് വിശക്കുന്നത്. അവളുടെ വിശപ്പ് എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ ചോക്ലേറ്റ് അവിടെ ഇരിക്കുന്നുണ്ട്, അവൾക്ക് ഇത്തിരി വിശപ്പ് കൂടും. നോക്കി കിച്ചു, ആ ചോക്ലേറ്റും കണ്ണു വെച്ചിട്ടിരിക്കണ്ട. ഇപ്പൊ തന്നെ നീ ഒരുപാട് മധുരം കഴിച്ചിട്ടുണ്ട്. ഇനി നീ മധുരം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഷുഗർ പിടിക്കും. അതുകൊണ്ട് എന്റെ പൊന്നു മോൾ ചെന്ന് കിടന്നുറങ്ങാൻ നോക്ക്. ചെറിയമ്മേ, സാധാരണ ചേച്ചിക്ക് 12 മണിയാകുമ്പോ വിശക്കാറുള്ളതാ. 12 മണിക്ക് മാത്രമല്ല, ഞാൻ കിച്ചണിൽ വെള്ളം കുടിക്കാൻ വരുമ്പോ ഇവൾ എന്തെങ്കിലും തിന്നുകൊണ്ടിരിക്കുന്ന കാണാറുണ്ട്. ചോക്ലേറ്റ് അവിടെ ഇരിക്കുന്നതുകൊണ്ടൊന്നല്ല, എനിക്ക് ശരിക്കും വിശക്കുന്നുണ്ടെന്ന്. നിങ്ങൾക്കെന്താ പറഞ്ഞിട്ട് മനസ്സിലാവാത്തെ? മതി മതി, എല്ലാരും നിർത്ത്. കൊച്ചിന്റെ വിഷമമുണ്ടല്ലേ അവൾ അങ്ങനെ പറഞ്ഞേ. കിച്ചുമോള് വാ, വലിച്ചെന്തെങ്കിലും തരാം. അല്ലെങ്കിലും എന്റെ വലിയച്ഛന് മാത്രം എന്നോട് സ്നേഹമുള്ളൂ, ഇവർക്ക് ആർക്കും എന്നോട് സ്നേഹമില്ല. ഏട്ടനാ ഇവര് രണ്ടുപേരെയും കൊഞ്ചിച്ച് വഷളാക്കുന്ന. ഈ രണ്ടെണ്ണം വഷളായി പോയിന് ചേട്ടനെ മാത്രം കുറ്റം പറയുന്നു വേണ്ട. അവരെ വഷളാക്കി വെച്ചിരിക്കുന്നത് നിങ്ങളാ. ശരിയാ, എന്നെ പറഞ്ഞാ മതിയല്ലോ. ഒന്നേ ഉള്ളെങ്കിൽ ഒലക്കൊക്കെ അടിച്ച് വളർത്തണമെന്നാ പഴമക്കാര് പറയാ. അത് ഞാൻ കേട്ടില്ല. അതിനാ ഞാനിപ്പോ അനുഭവിച്ചോണ്ടിരിക്കുന്നേ. നാട്ടുകാരുടെ നിന്നും വീട്ടുകാരുടെ നിന്നും ഇപ്പൊ തെറിവിളി കേൾക്കേണ്ട അവസ്ഥയായി. പറച്ചിലേട്ടതൊന്നും ഞങ്ങൾ കാരണം കൊണ്ടാ പപ്പയ്ക്ക് തെറിവിളി കേൾക്കേണ്ടി വരുന്നതെന്ന്. അല്ലാണ്ട് പപ്പയുടെ കയ്യിലിരിപ്പ് കാരണം പപ്പയുടെ സ്വന്തം പേഷ്യൻസ് പപ്പയെ പഞ്ഞിക്കിടുന്നതല്ല. ഡി പെണ്ണെ, പറഞ്ഞു പറഞ്ഞ് നീ എങ്ങോട്ടാ പോകുന്നേ? നിനക്കൊരു കാര്യം അറിയോ? ഈ സിറ്റിയിലെ നമ്പർ 1 ഹോസ്പിറ്റലും നമ്പർ 1 ഡോക്ടറുമാണ് ഞാൻ. ഓ, പറച്ചിലേട്ടതൊന്നും പപ്പ കാരണം നമ്പർ 1 ആയെന്ന്. അതിന് ഒരേ ഒരു അവകാശിയേ ഉള്ളൂ എന്റെ അറിവില്. പിന്നെ നമ്പർ 1 ഹോസ്പിറ്റലൊക്കെയാണ്, ബട്ട് നമ്പർ 1 ഡോക്ടർ അല്ല. ശരിയാ പറഞ്ഞേ, ഞാനല്ല ഈ ഹോസ്പിറ്റൽ ഇത്രയും വളർത്തിയത്. അതുപോലെ തന്നെ നമ്പർ 1ഉം അല്ല ഞാൻ. പക്ഷേ ഈ ജോലി ചെയ്തിട്ടാ എൻ്റെ 2 മക്കളെ പഠിപ്പിച്ചതും അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തത്. ചെറിയച്ഛന് സങ്കടായോ? അവള് വെറുതെ തമാശക്ക് പറഞ്ഞതല്ലേ. ചെറിയച്ഛൻ അത് കാര്യാക്കണ്ട. ഏയ്, എനിക്കൊരു സങ്കടമില്ല പൃഥുമോളെ. എൻ്റെ മക്കൾ ഇതും ഇതിനപ്പുറം പറയുന്ന എനിക്കറിയാം. പപ്പേ, പപ്പയ്ക്ക് ശരിക്കും സങ്കടായോ? പപ്പേനെ സങ്കടപ്പെടുത്തണമെന്ന് വിചാരിച്ച് പറഞ്ഞതല്ല. പക്ഷെ ഉണ്ടല്ലോ പപ്പേ, ചില സത്യങ്ങൾ അങ്ങനെയാ, നമ്മൾക്ക് അത് സഹിക്കാൻ പറ്റില്ല. അതുപോലെ ഒരു സത്യം ഇതും. ഇങ്ങോട്ട് വന്നേ പിയു, നമുക്ക് പോവാ. ഈ പപ്പയുടെ ഇമോഷണൽ ഡ്രാമ കണ്ടോണ്ട് നിൽക്കേണ്ട കാര്യമില്ല ഇവിടെ. അങ്ങനെ അത് പറഞ്ഞ് ഇരുവരും കിച്ചണിലേക്ക് പോയി. അങ്ങനെ അതും ഫെയിലായി. തല്ലിയിട്ടും കാര്യമില്ല, ചീത്ത പറഞ്ഞിട്ടും കാര്യമില്ല. അന്ന് ഇങ്ങനെയെങ്കിലും ഒന്ന് നന്നാക്കാന്ന് കരുതി, അപ്പോഴും ഞാൻ തന്നെ തോറ്റു. എൻ്റെ വിധി നാട്ടുകാരെ തല്ലുകൊണ്ട് ചാവാനാന്നാ തോന്നുന്നത്. നാട്ടിലായിരുന്നെങ്കിൽ ജാതകം ഒന്ന് നോക്കിക്കായിരുന്നു എങ്ങനെ എൻ്റെ അന്ത്യം എന്നറിയാൻ. എൻ്റെ പൊന്നു ദൈവങ്ങളെ, ഈറ്റങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് കഴിയൂല. അതുകൊണ്ട് ഇവറ്റങ്ങളെ മെടുക്കാനായിട്ട് എന്തെങ്കിലും മാർഗം കാണിച്ചു തരുന്നേ എൻ്റെ. മതി, ഇതിപ്പോ കുറെ നേരമായി. ഇനി നീ വന്നില്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ഇവിടെ ഇട്ടിട്ട് പോകും. അതുകൊണ്ട് വേഗം വരാൻ നോക്ക്. അവൻ കുറെ നേരം കൊണ്ട് അവിടെ കിടന്ന് ഒച്ചുണ്ടാക്കുന്നു, വരാൻ പറഞ്ഞു. എന്റെ പൊന്ന് ജോണെ, ഈ ഒരൊറ്റ പെഗും കൂടി ഉള്ളു, അത് കഴിഞ്ഞാൽ ഞാൻ നിർത്തിക്കോളാം സത്യമായിട്ടും. എടാ, ഈ ഒരാഴ്ചയും കൂടി അല്ലടാ ഉള്ളു, അത് കഴിഞ്ഞാൽ ഞങ്ങൾ പോയില്ലടാ. പിന്നെ ഞങ്ങൾക്ക് ഈ ഓസിന് സാധനം കിട്ടോ? അതുകൊണ്ടാ, പ്ലീസ്. ഇനി പെഗും ഇല്ല ലാർജും ഇല്ല, നമുക്ക് പോവാൻ നോക്കാം. നിങ്ങളെ കൊണ്ട് ഹോട്ടലിലാക്കിയിട്ട് വേണം എനിക്ക് റൂമിൽ പോയി കിടന്ന് ഉറങ്ങാനായിട്ട്. നാളെ ഓഫീസ് ഉള്ളതാ. നേരം വൈകി എങ്ങനെ ചെന്നാ അങ്ങേരെന്നെ ജീവനോടെ ചുട്ടു തിന്നും. അതുകൊണ്ട് എന്റെ പൊന്നുമോൻ വരാൻ നോക്ക്, എനിക്ക് വേറെ പണിയുള്ളതാ. ജീവനോട് എങ്ങനെയാടാ ചുട്ടു തിന്നുന്ന? ചുട്ടു കഴിഞ്ഞാൽ നമ്മ ചത്തുപോവില്ലേ? പിന്നെ എങ്ങനെ ജീവനോട് ചുട്ടു തിന്നും? ഞാൻ പറയുന്നതിന്റെ തെറ്റ് കണ്ടുപിടിക്കേണ്ടത് നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ? എനിക്ക് നാളെ ഓഫീസിൽ പോകണം. എന്റെ ജോലി എങ്ങനെ പോയാ
നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. എന്റെ പൊന്ന് ജോണെ, നീ എന്താ ഇങ്ങനെ? വന്നപ്പോ തൊട്ട് ഞാൻ കേൾക്കുന്നതാണല്ലോ അവന്റെ ഒരു ഓഫീസ്, അവന്റെ ഒരു ബോസ്. എടാ അത് പോണെങ്കി പോട്ടടാ ജോലി. നല്ല ജോലി നിനക്ക് വേറെ കിട്ടും. നിനക്കത് പറയാം. നീ ജോലിക്ക് പോയില്ലെങ്കിലും നിന്റെ വീട്ടില് അടുപ്പ് പുകയും. അങ്ങനെയല്ല എന്റെ കാര്യം. ഞാൻ ജോലിക്ക് പോയെങ്കിൽ മാത്രമേ എന്റെ വീട്ടിൽ അടുപ്പ് പുകയുള്ളൂ. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ വേഗം വരാൻ നോക്ക്, അല്ലെങ്കിൽ ഞാൻ പോയി അച്ചുവിനെ വിളിച്ചിട്ട് വരും. അവൻ വന്ന് നിനക്ക് അറിയാലോ. എന്റെ പൊന്നു ജോണെ വേണ്ട, ഞാൻ വന്നോളാം, നീ നടക്ക്. അച്ചു, ആ കഴിഞ്ഞോ? എന്നാ വാ നമുക്ക് പോവാം, സമയം ഒരുപാടായില്ലേ. പോവാനോ? എങ്ങോട്ട്? ഇന്ന് മുഴുവനും ഞാൻ ഈ സിറ്റി മൊത്തം നടന്ന് എനിക്ക് വയ്യ. ഇനി ഞാനില്ല. ഇനി നമുക്ക് നാളെ ചുറ്റാൻ പോവാം. എനിക്കൊന്ന് കിടന്നുറങ്ങണം. ആ ശരി, ഇനി നാളെ ചുറ്റിയാൽ മതി. നീ ഇപ്പൊ വാ. എടാ അച്ചു, നീ പോയി വണ്ടി ഇരുന്നോ, ഞാൻ എന്നെ കൊണ്ടുവരാം. എടാ അച്ചു, എന്നെ ആന്റി വിളിച്ചിരുന്നു. ആ കല്യാണക്കാര്യം പറയാനായിരിക്കും അല്ലേ? ആ, നിന്റെയും പാറുവിന്റെയും കല്യാണം നടത്തണം എന്നൊരു ആഗ്രഹമുണ്ട്. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ, പാറു ഒരു നല്ല കുട്ടിയാ, അവൾക്ക് ഒരു നല്ല ഭാര്യയാവാൻ പറ്റും. ഞാൻ പറയുന്നത് നീ ഈ കല്യാണത്തിന് സമ്മതിക്കണം എന്നാ. ഞാൻ അവൾ അങ്ങനെ സങ്കല്പിച്ചിട്ട് പോലില്ല. പിന്നെ എന്നെ കിട്ടിയിട്ട് വെറുതെ എന്തിനാ അവളെ ജീവിതം കൂടി നശിപ്പിക്കുന്നേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കിപ്പോ കല്യാണം വേണ്ടാന്ന്. അവൻ സങ്കല്പിക്കൂല. കാരണം ഉണ്ടല്ലോ, അവൻ്റെ ഉള്ളിൽ ആ ചിപ്പിയാണ്. പണ്ടെങ്ങാണ്ടും കൊടുത്തൊരു വാക്കിന്റെ പേരും പറഞ്ഞ് എത്രയും കാലം അവൻ കാത്തിരിക്കുന്നവൾക്ക് വേണ്ടി. അവൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ ഇവൻ എത്രയോ കത്തുകൾ അയച്ചിട്ട് ഒരു മറുപടി പോലും അവൾ അയച്ചിട്ടില്ല. ഇവൻ എവിടൊക്കെ തപ്പുന്നു അവളെ കണ്ടുകിട്ടിയോ? ഇപ്പൊ എനിക്ക് തോന്നുന്ന അവളിപ്പോ കല്യാണം കഴിഞ്ഞ 5-6 മക്കളൊക്കെ ഉണ്ടാവും. ഇപ്പോഴും ഇവൻ അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ആർമീസേ, അപ്പം ഇന്ന് ഇത്രേ ഉള്ളൂ. വീഡിയോ ഷോർട്ടായി പോയെന്നറിയാം. ഞാൻ 30-ാം തീയതി ഇടാന്നാണ് വിചാരിച്ചത്. 26-ാം തീയതി, അതായത് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് ഞാൻ നിൽക്കുന്നുള്ളൂ. അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, അടുത്ത പാർട്ടിൽ കാണാം. അടുത്ത പാർട്ടിൽ കുറച്ച് ലോങ് ആയിട്ട് ചെയ്യാം. ഓക്കെ, ബൈ.